ഇപ്പോൾ ചെന്നൈ എന്നറിയപ്പെടുന്ന മദ്രാസിന്റെ ഹൃദയഭാഗത്ത് റബ്ബറിനെ പുനർനിർവചിക്കുന്ന ഒരു യാത്ര 1946 ആരംഭിച്ചു. MRFന്റെ അസാധാരണമായ കഥയിലേക്ക് സ്വാഗതം. KM മാമൻ മാപ്പിള സ്ഥാപിച്ച MRF ഒരു കളിപ്പാട്ട ബലൂൺ സംരംഭമായാണ് ആദ്യം ആരംഭിച്ചത്. 1960 അവർ ടയർ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വില കൂടിയ ഷെയറാണ് MRF. 1961 MRF പബ്ലിക് ലിസ്റ്റിംഗ് നടത്തി. MRFന്റെ ചരിത്രത്തിലെ വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു ഇത്. കൂടാതെ ലെബനിലെ ബെയ്റൂട്ടിൽ അവർ എക്സ്പോർട്ടിനായി ഒരു ഇന്റർനാഷണൽ പ്രസൻസ് ഉണ്ടാക്കുകയും ചെയ്തു. ഐക്കണിക്കായ ആ മസിൽമാൻ ലോഗോ അതോടെ പിറക്കുകയായിരുന്നു. 1967 MRF USA ടയറുകൾ കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി മാറി. ഇത് അവരുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു. 1973 MRF നൈലോൺ ടയറുകൾ അവതരിപ്പിച്ചു. പലപ്പോഴായി BF ഗുഡ്രിച്ച്, മരഗോണി തുടങ്ങിയ ടയർ ഭീമന്മാരുമായി MRF സഖ്യമുണ്ടാക്കി. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കരസ്ഥമാക്കാൻ അത് MRFനെ സഹായിച്ചു. 1979 കമ്പനിയുടെ പേര് MRF ലിമിറ്റഡ് എന്നാക്കി. 2004-2005 MRF അതിന്റെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിച്ചു. ഗോ കാർട്ട്, റാലി ടയറുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. ഗുണനിലവാരത്തിന്റെയും പ്രകടനത്തിന്റെയും പര്യായമായി മാറി. ആദ്യ ഇന്ത്യൻ കാറായ മാരുതി 800 മുതൽ ഇന്നത്തെ ആധുനിക കാറുകൾ വരെ എല്ലാത്തിനും ഇന്ന് MRFന്റെ ടയറുകൾ കാണാം. വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് MRFന്റെ ഇന്നത്തെ ഷെയർ വില എത്രയെന്ന് കമന്റ് ചെയ്യുക. മാർക്കറ്റിലെ പ്രധാന കമ്പനികളിലെ കൂടുതൽ